ഓരോ വർഷവും ലോകമെമ്പാടും ഏകദേശം 100 കോടി പഴയ ടയറുകളാണ് അവയുടെ എക്സ്പയറി കഴിഞ്ഞ് വെറുതെ വലിച്ചെറിയപ്പെടുന്നത്. എന്നാൽ ഈ ടയറുകളിൽ നിന്ന് പെട്രോളും ഡീസലും LPGയും ഒക്കെ ഉണ്ടാക്കുന്ന ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ പഴയ ടയറുകൾ ഇന്ധനമാക്കി മാറ്റുന്ന പ്രോസസ്സിനെ പൈറോളിസിസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഓക്സിജൻ ഒട്ടുമില്ലാത്ത ഒരിടത്ത് വെച്ച് ഹൈ ടെമ്പറേച്ചർ നൽകി റബ്ബറിനെ ഉരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയാണെന്നും ടയറിൽ നിന്ന് പെട്രോളും ഡീസലും LPGയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പതിറ്റാണ്ടുകളായി ഈ ലോകത്തിൻ്റെ ജീവവായുവാണ് ഫ്യുവൽ ഓയിൽ. എണ്ണവിലയിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും സാധനങ്ങളുടെ വില കൂടാനും നമ്മുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കാനും ലോകത്ത് വലിയ സാമ്പത്തിക തകർച്ചയുണ്ടാക്കാനും കാരണമാകുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ലോകത്തിൻ്റെ എണ്ണയോടുള്ള ഈ ഓവർ ഡിപ്പെൻഡൻസി കാരണം ക്രൂഡ് ഓയിലിൽ നിന്ന് ഫ്യുവൽ ഓയിൽ ഉണ്ടാക്കുന്നതിന് പകരം മറ്റ് വഴികൾ തേടാൻ ലോകം ഇന്ന് നിർബന്ധിതരായിരിക്കുകയാണ്. അതിലൊരു വഴിയാണ് പൈറോളിസിസ് ഓയിൽ പ്രൊഡക്ഷൻ. ഇതിനായി നമുക്ക് വേണ്ടത് പഴയ ടയറുകൾ തന്നെയാണ്. സത്യത്തിൽ പഴയ ടയറുകൾ ശേഖരിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. വർക്ക്ഷോപ്പുകളിൽ നിന്നും ടയർ സർവീസ് സെൻ്ററുകളിൽ നിന്നുമൊക്കെയാണ് പ്രധാനമായും പഴയ ടയറുകൾ ശേഖരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും നമ്മൾ ഒരു പുതിയ ടയർ വാങ്ങുമ്പോൾ തന്നെ ഒരു റീസൈക്ലിംഗ് ഫീ കൂടി നൽകേണ്ടി വരും. ആ ടയർ പഴയതാകുമ്പോൾ പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ കൃത്യമായ വഴിയിലൂടെ അത് സംസ്കരിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണിത്. സത്യത്തിൽ കൈകാര്യം ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മാലിന്യങ്ങളിലൊന്നാണ് ടയറുകൾ. അങ്ങനെ ഈ ടയറുകൾ ശേഖരിച്ച ശേഷം ഇവ റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകും. ടയറുകൾ ഫ്യുവൽ ഓയിലാക്കി മാറ്റുന്നതിന് മുൻപ് അതിനുള്ളിലെ സ്റ്റീൽ കമ്പികൾ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. ഓരോ ടയറിനും അതിൻ്റെ ആകൃതിയും ഉറപ്പും നൽകാൻ വേണ്ടി ഉള്ളിൽ നല്ല ബലമുള്ള സ്റ്റീൽ കമ്പികൾ ഉണ്ടാകും. ശരാശരി ഒരു ടയറിൻ്റെ തൂക്കത്തിൻ്റെ 15 മുതൽ 20% വരെ ഈ സ്റ്റീൽ കമ്പികളാണ്. ദശലക്ഷക്കണക്കിന് ടയറുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ടൺ സ്റ്റീലാണ് ഓരോ വർഷവും റീയൂസ് ചെയ്യപ്പെടുന്നത്. ഈ കമ്പികൾ നേരത്തെ മാറ്റിയില്ലെങ്കിൽ ഓയിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് തടസ്സപ്പെടുകയും ഒരുപാട് എനർജി വേസ്റ്റ് ആവുകയും ചെയ്യും. മെഷീനുകൾ ഉപയോഗിച്ച് 95% സ്റ്റീലും ഇങ്ങനെ വേർതിരിക്കാൻ സാധിക്കും. അടുത്ത പ്രോസസ്സുകൾ തുടങ്ങുന്നതിന് മുൻപ് ടയറുകൾ നല്ല പ്രഷറിൽ കഴുകിയെടുക്കും. അതിലെ മണ്ണും ചെളിയും കല്ലുമൊക്കെ കളയുന്നത് മെഷീനിലെ ബ്ലേഡുകൾ കേടുവരാതിരിക്കാൻ സഹായിക്കുന്നു. ഇത് വളരെ ചെറിയൊരു കാര്യമായി തോന്നാം, പക്ഷേ മൊത്തം ഫാക്ടറിയുടെ സ്മൂത്ത് വർക്കിങ്ങിന് ഇത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ ബ്ലേഡുകൾ ഉപയോഗിച്ച് ടയറിനെ വലിയ കഷ്ണങ്ങളായി മുറിക്കുന്നു. ഇവിടെ മെഷീൻ ബ്ലേഡുകൾ സാവധാനം കറങ്ങുന്നത് കൊണ്ട് തന്നെ റബ്ബർ ഉരുകി ബ്ലേഡിൽ ഒട്ടിപ്പിടിക്കില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. അതിനുശേഷം ഈ കഷ്ണങ്ങളെ വീണ്ടും പൊടിക്കുകയും ഉള്ളിലെ ബാക്കിയുള്ള സ്റ്റീൽ കൂടി പൂർണ്ണമായും വേർതിരിക്കുകയും ചെയ്യുന്നു. നല്ല പവറുള്ള കാന്തങ്ങൾ ഉപയോഗിച്ചാണ് ഈ സ്റ്റീൽ മാറ്റിയെടുക്കുന്നത്. അവസാനം ലഭിക്കുന്ന റബ്ബറിനെ ക്രംബ് റബ്ബർ എന്നാണ് വിളിക്കുക. അതായത് ചെറിയ തരികളായി കൃത്യമായ വലിപ്പത്തിൽ പൊടിച്ചെടുത്ത റബ്ബർ. അപ്പോഴേക്കും ആ ടയറിൻ്റെ രൂപമെല്ലാം മാറി അത് ഫ്യുവൽ ഓയിൽ ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു പൊടി രൂപത്തിലായി കഴിഞ്ഞിട്ടുണ്ടാകും. തുടർന്ന് ഫാക്ടറി ലൈനിൻ്റെ അവസാനം ഈ പൊടി ഒരു അരിപ്പയിലൂടെ അഥവാ സ്ക്രീനിങ് സിസ്റ്റത്തിലൂടെ കടത്തിവിടും. ഇതിൽ ശരിയായ വലിപ്പമുള്ള പൊടി മാത്രം മുന്നോട്ടു പോകും. വലിപ്പം കൂടിയവ വീണ്ടും പൊടിക്കാൻ വേണ്ടി തിരിച്ചയക്കും. ഈ ശരിയായ വലിപ്പത്തിലുള്ള പൊടിയാണ് പൈറോളിസിസ് വഴി എണ്ണയായും ഗ്യാസായും കാർബൺ ബ്ലാക്കായും മാറാൻ ഏറ്റവും അനുയോജ്യം. പൊടിച്ചു കഴിഞ്ഞാലും റബ്ബറിൽ ചെറിയ നനവുണ്ടാകും. ഇത് നേരിട്ട് മെഷീനിൽ ഇട്ടാൽ ചൂട് ഒരുപാട് നഷ്ടമാവുകയും എണ്ണ കുറച്ച് മാത്രമേ ലഭിക്കുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവ നന്നായി ഉണക്കിയെടുക്കണം. ഇതിനായി ഒരു വലിയ റൊട്ടേറ്റിംഗ് ഡ്രമ്മിനുള്ളിൽ ചൂടുള്ള എയർ കടത്തിവിട്ട് ഈ റബ്ബർ പൊടിയെ ഉണക്കുന്നു. റബ്ബർ കരിഞ്ഞു പോകാതെ ഈർപ്പം മാത്രം കളയുക എന്നതാണ് ഇതിൻ്റെ രീതി. അവസാനം ലഭിക്കുന്ന എണ്ണയുടെ ഗുണനിലവാരത്തിലും മെഷീൻ്റെ സേഫ്റ്റിക്കും ഈ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നന്നായി ഉണങ്ങിയ ഈ റബ്ബർ പൊടി നേരെ പൈറോളിസിസ് റിയാക്ടറിലേക്ക് മാറ്റുന്നു. ഇതൊരു വലിയ സ്റ്റീൽ പാത്രം പോലെയാണ്. പുറത്തേക്ക് ഒട്ടും ചൂട് പോകാത്ത രീതിയിൽ ഇത് നന്നായി സീൽ ചെയ്തിട്ടുണ്ടാകും. ഓക്സിജൻ ഇല്ലാത്ത ഒരിടത്ത് വെച്ച് റബ്ബറിനെ തീയില്ലാതെ ചൂടാക്കി വിഘടിപ്പിക്കുക എന്നതാണ് ഇവിടുത്തെ പ്രോസസ്സ്. ഇതെല്ലാം കമ്പ്യൂട്ടറാണ് ഓട്ടോമാറ്റിക്കായി നിയന്ത്രിക്കുന്നത്. റിയാക്ടറിലെ ചൂട് ഏകദേശം 400 മുതൽ 600 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുമ്പോൾ റബ്ബറിൻ്റെ ഉള്ളിലെ കെമിക്കൽ ഘടന മാറുകയും അതൊരു ചൂടുള്ള ആവി അഥവാ വേപ്പറായി പുറത്തു വരികയും ചെയ്യും. ഇവിടെ റബ്ബർ കത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതൊരു വാതകമായി മാറുകയാണ് ചെയ്യുന്നത്.
ഈ ആവി ഉടൻ തന്നെ തണുപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അതിലെ കട്ടിയുള്ള ഭാഗങ്ങൾ ദ്രാവകരൂപത്തിലുള്ള എണ്ണയായി അഥവാ പൈറോളിസിസ് ഓയിലായി മാറുന്നു. ഇതാണ് ഈ മൊത്തം പ്രോസസ്സിലെ ഏറ്റവും വിലയുള്ള സാധനം. എണ്ണ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വേപ്പർ ഒരു ഗ്യാസായി മാറും. ഈ ഗ്യാസ് വെറുതെ കളയുന്നതിന് പകരം ആ മെഷീൻ ചൂടാക്കാൻ തന്നെ ഉപയോഗിക്കുന്നു. അങ്ങനെ പുറത്തുനിന്നുള്ള എനർജി ചിലവ് കുറയുന്നു. ബാക്കി വരുന്ന പൊടിയാണ് കാർബൺ ബ്ലാക്ക്. അതായത് 1000 കിലോ റബ്ബർ പൊടി ഇട്ടാൽ നമുക്ക് ഏകദേശം 450 കിലോയോളം എണ്ണയും കുറച്ച് ഗ്യാസും 350 കിലോയോളം കാർബൺ ബ്ലാക്കും ലഭിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു പഴയ ടയർ വെറും വേസ്റ്റ് അല്ലാതെ വിലയുള്ള ഇന്ധനമായി മാറുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമായിരിക്കും, ഇങ്ങനെ കിട്ടുന്ന എണ്ണ നമുക്ക് വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നത്. സത്യത്തിൽ ടയറിൽ നിന്ന് ലഭിക്കുന്ന ഈ ഇന്ധനങ്ങളെ പ്രത്യേക ശുദ്ധീകരണ പ്രക്രിയകളിലൂടെ അഥവാ റിഫൈനിങ് പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് പെട്രോൾ, ഡീസൽ, LPG എന്നിവയ്ക്ക് സമാനമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയും. അതായത് പൈറോളിസിസ് പ്രക്രിയയിലൂടെ ആദ്യം ലഭിക്കുന്നത് ക്രൂഡ് പൈറോളിസിസ് ഓയിലാണല്ലോ. ഇതിൽ പലതരത്തിലുള്ള ഹൈഡ്രോ കാർബണുകൾ കലർന്നിട്ടുണ്ടാകും. ഇതിനെ ഒരു റിഫൈനറിയിൽ കൊണ്ടുപോയി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സിന് വിധേയമാക്കിയാൽ പെട്രോളിനും ഡീസലിനും സമാനമായ ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കാം. പൈറോളിസിസ് ഓയിലിനെ ശുദ്ധീകരിച്ചാൽ ലഭിക്കുന്നതിൽ സിംഹഭാഗവും ഡീസലിന് സമാനമായ ഇന്ധനമായിരിക്കും. ഇത് ട്രാക്ടറുകൾ, ജനറേറ്ററുകൾ, പമ്പുകൾ എന്നിവ പ്രവർത്തിപ്പിക്കാൻ നേരിട്ട് ഉപയോഗിക്കാം. എന്നാൽ സാധാരണ കാറുകളിൽ ഉപയോഗിക്കണമെങ്കിൽ ഇതിലെ സൾഫറിൻ്റെ അളവ് കുറയ്ക്കുന്ന ഡീസൾഫറൈസേഷൻ കൂടി ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഇതിൽ ഒരു ചെറിയ ശതമാനം പെട്രോളിന് സമാനമായ നേർത്ത ഇന്ധനവും ലഭിക്കാറുണ്ട്. ഇതിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചാൽ ഇതും ഉപയോഗപ്രദമാണ്. കൂടാതെ പൈറോളിസിസ് നടക്കുമ്പോൾ തന്നെ പുറത്തുവരുന്ന വാതകങ്ങളിൽ മീഥേൻ, ഈഥേൻ, പ്രൊപ്പെയിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിനെ കംപ്രസ് ചെയ്ത് ശുദ്ധീകരിച്ചാൽ പാചകവാതകത്തിന് അഥവാ LPGക്ക് സമാനമായ രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും. എങ്കിലും ടയറിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഓയിൽ നിലവിൽ വാഹനങ്ങളിലോ LPG ആയോ ഉപയോഗിക്കാറില്ല എന്നതാണ് സത്യം. കാരണം ഇതിലെ സൾഫറിൻ്റെയും മറ്റ് മാലിന്യങ്ങളുടെയും ഉയർന്ന സാന്നിധ്യമാണ്. ഇവ നീക്കം ചെയ്ത് സാധാരണ പെട്രോൾ പമ്പുകളിൽ കിട്ടുന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ വലിയ ചിലവേറിയ റിഫൈനറി സംവിധാനങ്ങൾ ആവശ്യമാണ്. രണ്ടാമതായി, ഈ ഇന്ധനം നേരിട്ട് ഉപയോഗിച്ചാൽ വാഹനങ്ങളുടെ എഞ്ചിനിൽ കരി അടിഞ്ഞുകൂടാനും അഥവാ കാർബൺ ഡിപ്പോസിറ്റ് ഉണ്ടാകാനും എഞ്ചിൻ പെട്ടെന്ന് കേടാകാനും സാധ്യതയുണ്ട്. കൂടാതെ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്ന അത്രയും ലാഭകരമല്ല ടയർ ഓയിൽ ശുദ്ധീകരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനമായ കാരണം. അതുപോലെ പൈറോളിസിസ് പ്രക്രിയയിൽ ഉണ്ടാകുന്ന ഗ്യാസിൽ പലതരം വിഷാംശങ്ങൾ കലരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അത് പാചകവാതകമായി ഉപയോഗിക്കുന്നത് സുരക്ഷിതവുമല്ല. കൂടാതെ ഈ ഗ്യാസ് സിലിണ്ടറുകളിൽ നിറച്ച് വിതരണം ചെയ്യുന്നതിനേക്കാൾ ലാഭം അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിലെ റിയാക്ടറുകൾ ചൂടാക്കാൻ തന്നെ ഇന്ധനമായി നേരിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ ഫാക്ടറികളിലെ ബോയിലറുകളും പ്ലാന്റുകളിലും മാത്രമാണ് ഇത്തരം ഇന്ധനങ്ങൾ നിലവിൽ പ്രയോജനപ്പെടുത്തുന്നത്. പക്ഷേ ഒരുപാട് പണം മുടക്കി അത്യാധുനികമായ റിഫൈനറികളും ശുദ്ധീകരണ സംവിധാനങ്ങളും സ്ഥാപിച്ചാൽ ടയറിൽ നിന്നുള്ള ഈ ഇന്ധനം വാഹനങ്ങളിലും വീടുകളിലും ഉപയോഗിക്കാൻ സാങ്കേതികമായി സാധിക്കും എന്നതാണ് വസ്തുത. ഇതിനെല്ലാം പുറമെ ഈ പഴയ ടയറുകൾ ടാറാക്കി മാറ്റുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? പഴയ ടയറുകൾ പൊടിച്ച് ടാറുമായി അഥവാ ബിറ്റുമനുമായി കലർത്തി റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയെയാണ് റബ്ബറൈസ്ഡ് ടാർ എന്ന് വിളിക്കുന്നത്. ഇതിനായി ആദ്യം ടയറിലെ റബ്ബർ ഭാഗം മാത്രം വേർതിരിച്ച് ക്രംബ് റബ്ബർ എന്നറിയപ്പെടുന്ന ചെറിയ തരികളാക്കി മാറ്റുന്നു. ഈ തരികളുടെ വലിപ്പം സാധാരണയായി 0.6 മില്ലിമീറ്ററിനും അതിനും താഴെയായിരിക്കണം. ഇത്തരത്തിൽ പൊടിച്ചെടുത്ത റബ്ബറിനെ സാധാരണ ബിറ്റുമിനുമായി നിശ്ചിത അനുപാതത്തിൽ കലർത്തുന്നു. ഏകദേശം 170 മുതൽ 190 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള ടാറിലേക്ക് ഈ റബ്ബർ പൊടി ചേർത്ത് വലിയ ബ്ലെൻഡറുകൾ ഉപയോഗിച്ച് ഏകദേശം 1 മണിക്കൂറോളം നന്നായി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ടാറിലെ ചില എണ്ണമയമുള്ള ഘടകങ്ങൾ അഥവാ മാൾട്ടൻസുകൾ റബ്ബർ തരികൾ വലിച്ചെടുക്കുകയും അവ വീർക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഡൈജഷൻ എന്ന് വിളിക്കുന്നത്. ഈ പ്രക്രിയ കഴിയുമ്പോഴേക്കും ടാറിൻ്റെ കട്ടി കൂടുകയും അത് കൂടുതൽ വഴക്കമുള്ളതും അഥവാ ഇലാസ്റ്റിക് സ്വഭാവമുള്ളതും ഒട്ടൽ സ്വഭാവമുള്ളതുമായി മാറുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന റബ്ബറൈസ്ഡ് ടാറിനെ റോഡ് പണിയാനുള്ള കല്ലുകളുമായി അഥവാ അഗ്രഗേറ്റ്സുമായി മിക്സിംഗ് പ്ലാന്റിൽ വെച്ച് യോജിപ്പിക്കുന്നു. ഈ മിശ്രിതത്തിന് സാധാരണ ടാറിനേക്കാൾ ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. സാധാരണ ടാർ ചൂടുകാലത്ത് പെട്ടെന്ന് ഉരുകുകയും തണുപ്പ് കാലത്ത് വിള്ളലുകൾ വീഴുകയും ചെയ്യാറുണ്ട്. എന്നാൽ റബ്ബർ കലർത്തിയ ടാറിന് താപനിലയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പ്രതിരോധിക്കാൻ നല്ല ശേഷിയുണ്ട്. ഇത് റോഡിൻ്റെ വിസ്കോസിറ്റി വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ കനത്ത മഴയത്തും വെള്ളമിറങ്ങി റോഡ് തകരാതിരിക്കാൻ സഹായിക്കുന്നു. കൂടാതെ വാഹനങ്ങൾ ഓടുമ്പോൾ ടയറുകൾക്ക് കൂടുതൽ ഗ്രിപ്പ് നൽകാനും ബ്രേക്കിടുമ്പോൾ വണ്ടി വഴുതി പോകാതിരിക്കാനും ഇത്തരം റോഡുകൾ മികച്ചതാണ്.
ലോങ് ടൈമിലേക്ക് നോക്കിയാൽ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ചിലവാകുന്ന തുക 50% കുറയ്ക്കാൻ ഈ ടെക്നോളജി ഉപകരിക്കും. ഏതായാലും ടയറുകൾ എങ്ങനെയാണ് ഫ്യുവൽ ഓയിലായി മാറുന്നതെന്നും ടയറുകൾ എങ്ങനെയാണ് ടാറായി മാറുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.